തമിഴ്നാടിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ രാഷ്ട്രീയ പ്രതിസന്ധി അതിന് ഏകദേശം പരിണാമമായി എന്ന് വേണമെങ്കിൽ കരുതാം. അതായത് മാജിക് ഫിഗറായ 118 സീറ്റുകൾ TVK വിജയ് ജോസഫ് അദ്ദേഹത്തിൻ്റെ കയ്യിലായി എന്ന് പറയുന്നു. അതിനെപ്പറ്റിയുള്ള VCK മറ്റൊരു ദളിത് പാർട്ടിയാണ് തിരുമണവാളൻ, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരും കോൺഗ്രസും കൂടെ ചേർന്ന് അതായത് 108 ബാക്കിയുള്ള ഏകദേശം 118 എന്ന് പറഞ്ഞ ആ മാർജിനിലോട്ട് അടുത്തു. അതായത് തമിഴ്നാടിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയായി വിജയ് ജോസഫ് മാറുകയാണ്. അതായത് മനസ്സിലാക്കുക, വലിയ നാടകങ്ങൾ നടന്നു. ആദ്യം ഗവർണർ ഒരു നാടകം നടത്തി. അതായത് ആദ്യം പോയി കണ്ടു, സംസാരിച്ചു, ഇൻവൈറ്റ് ചെയ്യാൻ നോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. പിന്നീട് ഗവർണർ ഉദ്ദേശിച്ചു, അതായത് BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പിൽ ചില ബുദ്ധിജീവികൾ, അതായത് ഹാർഡ് കോർ RSS ബുദ്ധി കേന്ദ്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. കേന്ദ്ര ഭരണം വരട്ടെ, രാഷ്ട്രപതി ഭരണം വരട്ടെ, ഏകദേശം 4, 5, 6 മാസത്തേക്ക്, കാരണം അങ്ങനെയെങ്കിലും കേന്ദ്രത്തിന് അവിടെ ഇടപെടാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അപകടം മണത്തത് DMK ആണ്. അപ്പോൾ AIDMK അതിനിടയ്ക്ക് ഒരു ഗെയിം കളിച്ചു. AIDMK കളിച്ച ഗെയിം എന്ന് പറയുന്നത് AIDMKയും DMKയും ഒത്തുചേരുന്നു. DMK പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാകുന്നു. ആ ഡേഞ്ചർ തിരിച്ചറിഞ്ഞത് DMKയ്ക്കകത്തുള്ള യങ്ങർ പാർട്ടി ലീഡേഴ്സും, അതായത് ഉദയനിധി സ്റ്റാലിൻ, അതേപോലെ തന്നെ കനിമൊഴി, കാരണം അവർക്കൊക്കെ പിടികിട്ടി ഇപ്പോഴുണ്ടായേക്കുന്ന ഒരു വിജയ വേവാണ്. അതായത് വീണ്ടും ഒരു പ്രശ്നം സൃഷ്ടിച്ച് ഈ പറഞ്ഞ AIDMKയും DMKയും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിൽ വിജയ്ക്കെതിരെ വരുമ്പോൾ പിന്നീട് തമിഴ്നാട്ടിലുണ്ടാകുന്ന ഒരു സർജ് ഉണ്ട്. ആ സർജിൽ ഈ 2 പാർട്ടികളും ഇല്ലാതാകും, നാശമായി പോകും. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാലിൻ അവരുടെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷികളായ VCK, അതായത് തിരുമണവാളൻ്റെ പാർട്ടിയോട് സ്റ്റാലിനാണ് അഡ്വൈസ് ചെയ്യുന്നത്, അതായത് TVK സപ്പോർട്ട് ചെയ്യുക. സ്റ്റാലിൻ തന്നെയാണ് ഇടതുപക്ഷ പാർട്ടികളോട് പറയുന്നത് TVK സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ആ പാർട്ടികൾക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിന് മനസ്സിലായി കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് വന്ന് നേരിട്ട്, അതേപോലെ രാഷ്ട്രപതി ഭരണത്തിലോട്ട് പോവുകയാണെങ്കിൽ അടി കിട്ടാൻ പോകുന്ന തമിഴ്നാടിന് ഈ പറയുന്ന DMKയ്ക്കായിരിക്കും. അത് ജനങ്ങളുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ ഭയങ്കരമാകും. ചിലപ്പോൾ DMKയുടെയും വെടി തീർന്നു പോകും. അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ് AIDMKയുമായിട്ട് ചേർന്ന്, അതായത് DMK ഔട്ട്സൈഡ് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ DMKയുടെയും വെടി തീരും. കാരണം രണ്ടും ദ്രാവിഡ പാർട്ടികളാണ്, ഭയങ്കര എനിമിറ്റിയാണ്, റൈവൽസ് ആണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇരുന്ന സമയത്താണ് സ്റ്റാലിൻ തന്നെയാണ് ഇടപെട്ടേക്കുന്നത്. ഞാൻ DMKയുടെ സീനിയർ സോഴ്സിൽ നിന്ന് തന്നെയാണ് അറിഞ്ഞത്. സ്റ്റാലിൻ തന്നെയാണ് ഈ പറയുന്ന ഘടകകക്ഷികളോട് പറയുന്നത് TVK സപ്പോർട്ട് ചെയ്യുന്ന ലെറ്റർ കൊടുക്കുക, അതായത് 118 മാർക്ക് വരട്ടെ, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അതായത് ഫ്ലോർ ഓഫ് ദ ഹൗസിൽ 118 അവർക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ആ സന്ദർഭത്തിൽ DMK അങ്ങ് മാറി നിന്നാൽ മതി, വോട്ടെടുപ്പിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുക. അപ്പം ഏകദേശം സ്മൂത്തായിട്ട് റൺ ചെയ്യും. അപ്പം ഇനി ഫർദർ എങ്ങനെ പോകും കൃത്യമായിട്ട് ഞാൻ പറയാം. വരാൻ പോകുന്ന 6 മാസത്തിനുള്ളിൽ AIDMKയിൽ ബഹുഭൂരിപക്ഷം, അതായത് 3-4 ആൾക്കാർ ആ പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിളർപ്പല്ല, പാർട്ടിയോട് ചേരുകയാണ്, മൈനസ് എടപ്പാടി പളനിസ്വാമി. അതും ഈ സാധനത്തിലൂടെ മെർജ്. കാരണം ഇനി AIDMK എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫ്യൂച്ചർ ഇല്ലാതായി. അത് ഞാൻ നേരത്തെ 2-3 വീഡിയോയിൽ പറഞ്ഞത്. കാരണം അവർക്കിനി ഒരു ഫ്യൂച്ചർ ഇല്ല. കാരണം അവർക്ക് അതേപോലെ ഒരു കരിസ്മാറ്റിക് ഒരു ലീഡർ ഇല്ല, ജയലളിതയെ പോലെ ഈ പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ. അതിനകത്തുള്ള ഒരുപ്പെട്ട ലീഡേഴ്സ്, അതായത് പനീർസെൽവം ആണെങ്കിലും മറ്റു പലരാണെങ്കിലും സെങ്കോട്ടയനാണെങ്കിലും ഇവരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചാടിപ്പോയി. ഇനി ബാക്കിയുള്ള ലീഡേഴ്സിനും കൃത്യമായിട്ടറിയാം അവർക്കും ഫ്യൂച്ചറില്ല, അവരുടെ ഭാവിയും അവതാളത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കിനി ഫ്യൂച്ചറുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് TVK ആണ്. അവർക്ക് പോലും DMKയുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ എനിമിയാണ്, അവരുടെ ടെറൈനിലെ ഏറ്റവും വലിയ എനിമിയാണ് DMK. അപ്പോൾ ഏറ്റവും നല്ലത് അവരുമായിട്ട് യോജിച്ച് പോകുന്ന TVKയുടെ കൂടെ പോവുക. ഈ പോകുന്ന 10-35 പേരോ ആണെങ്കിൽ 7-8-10 പേർക്ക് ക്യാബിനറ്റ് ഇതും കിട്ടും. സക്സസ് ആയിട്ട് 5 വർഷം പോവുകയും ചെയ്യും. അതായത് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കുക, കേരളത്തിലെ പല യൂട്യൂബേഴ്സും പറഞ്ഞ പോലെ
ആൻറ്റി ഇന്ത്യനാണ്, അമേരിക്കൻ ചാരനാണ്, ഇറ്റാലിയൻ സംഭവമാണ്, അതാണ്, ജോഷുവ പ്രോജക്റ്റാണ്, കുടച്ചക്രമാണ്, അവന്മാർക്കെല്ലാം കൂടെ പറയുക. ബേസിക്കലി ആദ്യമായിട്ട് ഇന്ത്യയിലെ വലിയൊരു സ്റ്റേറ്റിൽ, അതായത് YS രാജശേഖർ റെഡ്ഡി ആന്ധ്രയുടെ, അതായത് യുണൈറ്റഡ് ആന്ധ്രയുടെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. മുൻപേ, അതായത് ജനങ്ങളുടെ മുമ്പേ പബ്ലിക്കായിട്ട് അയാളുടെ പേര് ഹിന്ദു പേരാണെങ്കിലും അയാൾ പബ്ലിക്കായിട്ട് പറയാൻ അയാൾ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനാണ് എന്ന് പറഞ്ഞു തന്നെയാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ പോയത്. അതിനേക്കാളും ഇതായിട്ട് പേരുൾപ്പെടെ വിജയ ജോസഫ് എന്ന് പറയുന്നത്, അതായത് പ്രാക്ടീസ്ഡ് ക്രിസ്ത്യൻ, രണ്ടും രണ്ടാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യുന്നൊരു ക്രിസ്ത്യൻ, അതായത് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രാക്ടീസ്ഡ് ക്രിസ്ത്യൻ തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് അതിനകത്തുള്ള വലിയൊരു ദളിത്, അതായത് ഈ ഇന്ത്യയിൽ തന്നെ ഒരു ദളിത് സർജിങ് ആണ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്ന് സർജ് ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ എഫക്റ്റീവായിട്ട് അവർ ഭരണത്തിലോട്ടും കൂടെ വരികയാണ്. അത് രണ്ടാമത്തെ ഏറ്റവും വലിയ മെസ്സേജാണ്. ഇന്ത്യയിലാണെങ്കിലും ലോകത്ത് മുഴുവൻ അമേരിക്കൻ സിവിൽ വാർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അടിമത്തം ഇല്ലാതാക്കി അവിടെയുള്ള ബ്ലാക്ക്, അതായത് അവരെങ്ങനെയാണ് പൊളിറ്റിക്സിലോട്ട് വരികയും പിന്നെ അവരെങ്ങനെ പിടിച്ചു നിൽക്കുകയും, പിന്നീട് നമ്മൾ കണ്ടതാണ് ബറാക്ക് ഒബാമ ബ്ലാക്കാണ്, അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റായി. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഇവിടെ ഒരു ബ്ലാക്ക്, അതായത് ഇന്ത്യയിലെ ദളിത് ആദിവാസികൾ, അതിൻ്റെ ഒരു സർജിങ് ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. ബാക്ക്വേർഡ് ക്ലാസ്സിൽ അവർ കൂടുതലും മന്ത്രിമാരാകും. അതായത് ഇന്നലെ വരെ കാസ്റ്റും ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിറ്റി അധികാരത്തിലോട്ട് വരികയാണ്. അതാണ് ഈ വിജയുടെ ഒരു പ്ലാറ്റ്ഫോം TV-ക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു റവല്യൂഷണറി ചേഞ്ച്. അത് മനസ്സിലാക്കുക. ഈ പറയുന്ന VCK എന്ന് പറയുന്ന തിരുമണവാളൻ്റെ പാർട്ടി ദളിത് പാർട്ടിയാണ്. അതേപോലെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരുടെയും ബേസ് എന്ന് പറയുന്ന ദളിത്താണ്. അതേപോലെ തന്നെ ഈ പറയുന്ന DMK, അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നതും ഈ ദളിത് കമ്മ്യൂണിറ്റി. അവരാണ് ബ്ലോക്കായിട്ട് ഈ പറയുന്ന DMKക്ക് ആണെങ്കിലും മറ്റുള്ളവർക്കും വോട്ട്. മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ പോകുന്ന MMDK എന്നൊക്കെ പറയുന്ന പല പാർട്ടികളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഓരോ കമ്മ്യൂണിറ്റി വൈസ്ഡാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടി നിലനിന്ന് പോരുന്നത്. അപ്പോൾ അതിനെയെല്ലാം വെട്ടിയിട്ട് അതിനെയെല്ലാം സൂപ്പർസീഡ് ചെയ്തിട്ട് ദളിത് എന്ന് പറഞ്ഞൊരു സാധനം, അതിൻ്റെ സർജിങ് ആണ് ഈ സംഭവത്തിൽ വിജയ് മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി നടക്കാൻ പോകുന്നത്. ആ സർജിങ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മാത്രമല്ല, അതിൻ്റെ റിഫ്ലക്ഷൻ കേരളത്തിലും ഉണ്ടാകും. ദളിത് മാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇഷ്യൂ തന്നെയാണ്. കാരണം അവരെ ഇനിയും തള്ളിക്കളയാൻ പറ്റത്തില്ല. അവർ ഇലക്ഷനിൽ കൂടെ പവർഫുൾ പ്ലാറ്റ്ഫോമിൽ കൂടെ കയറി വന്നിരിക്കുകയാണ്. അവരായിരിക്കും ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും ക്രൂഷ്യൽ. അവരായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡിയൻ ആ മൂവ്മെൻറ്റിന് ശേഷം സെക്കൻഡ് റവല്യൂഷനിൽ കൂടെ, അതായത് ഈ പറയുന്ന ദളിത് അവർ അധികാരത്തിൽ കൂടെ വരുമ്പോൾ ഇന്ത്യ കാണാൻ പോകുന്ന ഒരു വലിയ ചേഞ്ച് ഉണ്ട്. അതാണ് വിജയ് ജോസഫ് മുഖ്യമന്ത്രിയായിട്ട് എലിവേറ്റ് ചെയ്യുമ്പോഴുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം. അപ്പം അതിനകത്ത് പല സന്ദേശങ്ങളുണ്ട്. മനസ്സിലാക്കുക, തമിഴ്നാടിൻ്റെ പല രാഷ്ട്രീയത്തിലും ഈ സിനിമയുടെ ഒരു പ്രാതിനിധ്യമുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്തു ഒരു സിനിമാക്കാരൻ അതിൻ്റെ ഫാൻ ബേസ് ഉണ്ടാക്കി അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാക്കി മാറ്റിയെടുത്തു. അതിനെ ഒരു NGO പോലെ സന്നദ്ധ സംഘടനകളും മറ്റുള്ള ചാരിറ്റി പരിപാടിയിലോട്ടൊക്കെ അതിനെ കൊണ്ടുപോയി അതിനകത്ത് ഏറ്റവും കൂടുതൽ ദളിത് കാൻഡിഡേറ്റിനെ നിർത്തി മത്സരിപ്പിച്ച് ഈ പറയുന്ന ജനറൽ സീറ്റിൽ ഉൾപ്പെടെ ജയിപ്പിച്ച്, അതേപോലെ തന്നെ ചെന്നൈ എന്ന് പറഞ്ഞ സിറ്റിക്കകത്ത് DMKയുടെ കോട്ടകൾ തന്നെ പൊളിച്ച് കൊളത്തൂരിൽ സ്റ്റാലിനെ തോപ്പിച്ച് അധികാരത്തിലോട്ട് വരികയാണ് വിജയുടെ TVK. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സുപ്രധാന സംഭവമാണ്. അതാണ് ഇനിയും വരാൻ 1-2 ദിവസത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പോകുന്ന വലിയ മാറ്റം. ആ മാറ്റമാണ് ഇന്ത്യയുടെ മാറ്റം. അത് തമിഴ്നാട്ടിൽ നിന്ന് രാഷ്ട്രീയപരമായ മാറ്റം തുടങ്ങുകയായി.